ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ത്രെഡ് നീഡിലൊന്ന് കോർത്തെടുക്കാം. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് നീഡിൽ പൊക്കിയെടുത്ത് ഇതുപോലെ നീഡിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചുറ്റി നമ്മൾ നേരത്തെ കുത്തിയതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് താഴേക്ക് നീഡിൽ കുത്തിയിറക്കാം. ത്രെഡിനെ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം താഴേക്ക് നീഡിൽ കുത്തിയിറക്കാൻ. ഇനി നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് അടുത്ത സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് നീഡിൽ പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുത്തിയതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് നീഡിലിനെ താഴേക്ക് കുത്തിയിറക്കാം. മാക്സിമം നമുക്കൊരു 3 പ്രാവശ്യമൊക്കെ ത്രെഡ് നീഡിലിൽ ചുറ്റി കൊടുക്കാം. അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രഞ്ച് നെറ്റിനൊരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ 3 സ്ട്രാൻഡ്സിലും 6, 12 സ്ട്രാൻഡ്സിലൊക്കെ നമുക്ക് ത്രെഡ് എടുക്കാം. ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഫ്രഞ്ച് നെറ്റാണ് കിട്ടുക. ഒരു വലിയ സൈസിലുള്ള ഫ്രഞ്ച് നെറ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 12 സ്ട്രാൻഡ്സിലൊക്കെ ത്രെഡ് എടുക്കണം. 3 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്താൽ നമുക്ക് ഒരു ചെറിയ ഫ്രഞ്ച് നെറ്റാണ് കിട്ടുക. ഇനി നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് സെൻട്രലായിട്ടൊരു ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമുക്കിതുപോലെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ പിന്നീട് പോയി കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.